നെടുമങ്ങാടുണ്ടായ ദാരുണ സംഭവത്തിൽ അക്ഷയ് എന്ന 19-കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ സമയം അക്ഷയുടെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ അമൽനാഥാണ് ഉണ്ടായിരുന്നത്. അക്ഷയുടെ സുഹൃത്താണ്. ഇവരും 3 പേരും ഒന്നിച്ച് കാറ്ററിങ്ങിനൊക്കെ പോയി സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത് എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് ശരിക്കും അമൽനാഥ്? എപ്പോഴായിരുന്നു ഈ ഒരു അപകടമൊക്കെ? ശരിക്കും ഒരു 12 കഴിഞ്ഞ് 12:30 അടുപ്പിച്ചാണ് നമ്മൾ കാറ്ററിംഗ് കഴിഞ്ഞ് വരുന്നത്. അത് നമ്മൾ പനവൂർ അടുത്ത് വരെ നമ്മൾ 2 വണ്ടിയിലായിട്ട് 4 സുഹൃത്തുക്കളാണ് വന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ വീട് ഒരുമിച്ച് അടുത്തായതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ കയറി നമ്മൾ 3 പേരും കൂടെയാണ് ബൈക്കിൽ അവിടെ നിന്ന് വന്നത്. എന്നിട്ട് വന്ന് നമ്മൾ മഴ പെയ്ത് തോന്നിക്കുന്ന സമയം നമ്മൾ വലിയ സ്പീഡിന് നല്ല പയ്യെ തന്നെ വന്നത്. അവിടെ നിന്ന് എത്തി ഈ പോസ്റ്റും റബ്ബറും മരവും കൂടെ ഒടിഞ്ഞ് റോഡിൽ കിടക്കുമായിരുന്നു. നമ്മൾ ദൂരെ നോക്കി കാണാൻ പറ്റത്തില്ലായിരുന്നു, വെട്ടമൊന്നുമില്ല. നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് ഈ സംഭവം കണ്ട് ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ഈ കമ്പി ചെന്ന് ഇടിച്ച് നമ്മൾ മറിഞ്ഞ് വീണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണ്. ഈ അക്ഷയാണെങ്കിൽ മറിഞ്ഞ് വീണ് അങ്ങനെ തന്നെ കിടന്ന്. ഇത് നമ്മൾ വീണ് അവനെ ചെന്ന് പിടിച്ചത് നമ്മളെ ഷോക്കടിച്ച്. അപ്പോഴാണ് മനസ്സിലായ ലൈൻ കമ്പിയും കൂടെ പൊട്ടിക്കിടന്ന് എർത്താണെന്ന്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ അത്രയും വിളിച്ച് കോവി, നാട്ടുകാരെയൊക്കെ വിളിച്ച് കോവി എണീറ്റ്. എന്നിട്ട് നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഊരിയാണ് അവനെ വലിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. എന്നിട്ട് പിന്നെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഊരി അവൻ്റെ കാലിൽ കൂടെയൊക്കെ പിടിച്ചാണ് അവനെ എന്ന് വെച്ചാൽ എർത്തിന്ന് വെളിയിലെടുത്ത് കിടത്തിയത്. അക്ഷയുടെ ദേഹത്താണോ ഈ ലൈൻ കമ്പി കിടന്നിരുന്നത്? അക്ഷയുടെ കാലിൽ കൂടെ ഇങ്ങനെ ലൈൻ കമ്പി കിടക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ഹെൽമെറ്റ് കൊണ്ട് ആ ലൈൻ കമ്പി ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത് വലിക്കാൻ ശ്രമിച്ചിട്ട്, എന്നിട്ടും ലൈൻ കമ്പി ഞാൻ പൊക്കി വെച്ച് എന്നിട്ട് വലിക്കാൻ ശ്രമിച്ചിട്ടും എർത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കിയ ആൾക്കും ഷോക്ക് അടിച്ചു. അപ്പോഴും ആ ചേട്ടന് ഷോക്ക് അടിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ നാട്ടുകാർ അത്രയും വിളിച്ച് കൂവി. അപ്പോഴേ അപ്പുറത്ത് നിന്ന 2 ചേട്ടന്മാർ ഇറച്ചി വെട്ട് അങ്ങനെ എന്തോ ആയിരുന്നു. അവർ വന്ന് അവരും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരിയാണ് അവൻ്റെ കാലിൽ കൂടെയൊക്കെ പിടിച്ച് അവനെ നീക്കി മാറ്റിയത്. അപ്പോഴാണ് എർത്തിന്ന് അവൻ രക്ഷപ്പെട്ടു. അത്രയും സമയം അവനെ ഷോക്കേറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ നമ്മൾ CPR ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് പിന്നെ അടുത്തുള്ള ആംബുലൻസ് ഒന്നും വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ അടുത്തുള്ള ചേട്ടൻ്റെ ഒരു കാറ് കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി, പനവൂർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് പിന്നെ നേരെ നെടുമങ്ങാട് പോയി. അങ്ങനെയാണ്. അപ്പോഴവന് ബോധമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾക്കും മറ്റേ വേറൊരു വിനോദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് ഇങ്ങനെ ഷോക്കേറ്റിൽ എന്തെങ്കിലും പരിക്കോ? ഷോക്കടിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണേൻ്റെ ഇതിൽ ആ വിനോദിൻ്റെ ചേട്ടൻ്റെ കാല് മുറിഞ്ഞായിരുന്നു. എനിക്ക് പിന്നെ മുറിവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. നിങ്ങളപ്പോൾ എന്തായാലും കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വരുമായിരുന്നു? കാറ്ററിംഗ് കഴിഞ്ഞ് നമ്മൾ ശനി ഞായറൊക്കെ ഫ്രീ ടൈമിൽ ഒരുമിച്ചാണ് കാറ്ററിങ്ങിന് പോകുന്നത്. നേരത്തെ ഒരുമിച്ചാണ് പോകുന്നതൊക്കെ. അങ്ങനെ പോയതാണിതും. അങ്ങനെ പോയിട്ട് വരുന്ന വഴി സന്തോഷത്തോടെ വരുമായിരുന്നു. അങ്ങനെ ഇന്നും കാറ്ററിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ വരുമായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം. ഇപ്പം നേരത്തെ ഈ അപകടം നടക്കുന്ന സമയത്തേ ഇവിടെ ഈ 2 പേര് മാത്രമാണ് ഉണ്ടായത്, വേറെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നു? അവർ വന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ജനലിൽ പോയി കൊട്ടിയാണ് ബാക്കി ആൾക്കാരൊക്കെ വന്നത്. അല്ലാതെ അവരൊന്നും എത്തിയില്ല. മറ്റേ 2 പേര് ഇറച്ചി വെട്ടി അവർ വന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജനലിൽ കൊട്ടിയാണ് വിളിച്ച് കൊണ്ടുവന്നത്. അപ്പോഴേ ഏകദേശം നാട്ടുകാരൊക്കെ വന്ന് എന്നിട്ടാണ് നമ്മൾ കാറിൽ കയറ്റി അവനെ കൊണ്ടുപോയത്. പക്ഷെ അത്രയും സമയം അവനെ ഷോക്കേറ്റ് കിടന്നു. അവൻ വീണിട്ടും ഈ ഒരാളെ ഷോക്ക് അടിക്കുമ്പോഴേക്ക് ഈ ഷോക്ക് എന്ന് വെച്ചാൽ ഈ മെയിൻ സ്വിച്ച് ഓഫ് ആവുക, അങ്ങനെ കറണ്ട് പോകാനുള്ള സെറ്റപ്പ് പോലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഇതുണ്ടാവില്ലായിരുന്നു. ഈ പോസ്റ്റ് എപ്പോൾ വേണോ അപകടം ഉണ്ടാകാവുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഇത് ഓൾറെഡി പൊട്ടി താഴെ വീണ് കിടക്കുമായിരുന്നു? നമ്മൾ വന്നപ്പം പോസ്റ്റ് വീണ് കിടക്കുമായിരുന്നു. നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് സംഭവം കണ്ടത്. എന്നിട്ട് പിടിച്ച് നിന്നില്ല, ഇടിച്ച് അങ്ങനെയാണ് വീണത്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ ഫലം ഉണ്ടായിരുന്നു? മാക്സിമം ചെയ്ത് നോക്കി, എന്നിട്ടും അതിന് അനക്കമൊന്നും ഉണ്ടായില്ല. എന്തായാലും അമൽനാഥാണ് ആ സമയത്ത് അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അമൽനാഥ് പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ കഴിയുന്നതെല്ലാം. അപ്പോൾ അമൽനാഥ് ആണെങ്കിൽ പോലും ഹെൽമറ്റ് ഉപയോഗിച്ചാണ് ആ ലൈൻ കമ്പി പൊക്കി അക്ഷയെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ വൈദ്യുതി കണക്ഷൻ ഓഫ് ചെയ്യാനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അക്ഷയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് സുഹൃത്തായ അമൽനാഥ് അടക്കം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.